ഭാരതീയ സെൻസസ് 2027 പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി അവരുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുവാനുള്ള സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ജൂൺ 16 മുതൽ 30 വരെ തീയതികളാണ് അതിനായി അവസരം ഒരുക്കിയിട്ടുള്ളത്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവരുടെ വിവരങ്ങൾ സ്വന്തമായി ഈ വെബ്സൈറ്റ് വഴി അപ്ലോഡ് ചെയ്യാൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ദേശീയ പ്രാധാന്യമുള്ള ഈ പ്രക്രിയയിൽ രാജ്യത്തെ മുഴുവൻ ആളുകളും നിർബന്ധമായും പങ്കെടുക്കണം. എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴി നമുക്ക് നമ്മുടെ വിവരങ്ങൾ നൽകാവുന്നതാണ്. ജൂൺ 16 മുതൽ 30 വരെയാണ് അതിനുള്ള അവസരം. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെ ഈ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാം എന്ന് നമുക്ക് പരിശോധിക്കാം. സെൻസസിൽ വീടിൻ്റെ അവസ്ഥ, സൗകര്യങ്ങൾ, ആസ്തികൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട 34 ലളിതമായ ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. ഉദാഹരണത്തിന് നമ്മുടെ വീടിന് നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കളെക്കുറിച്ച്, അതുപോലെ തന്നെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ ആരാണ്, അതുപോലെ തന്നെ വെളിച്ചത്തിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സിനെക്കുറിച്ച്, കുടിവെള്ള സ്രോതസ്സിനെക്കുറിച്ച്, നമ്മുടെ വീട്ടിലെ LPG PNG കണക്ഷനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ TV, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് കണക്ഷൻ മുതലായ സൗകര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ സെൻസസ് വിവരങ്ങൾ എങ്ങനെയാണ് പോർട്ടൽ വഴി നൽകുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. sc.census.gov.in എന്ന ലോഗിൻ വഴി നമുക്ക് ഈ വെബ് പോർട്ടലിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. തുടർന്ന് മൊബൈലിൽ ലഭിക്കുന്ന OTP ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് പ്രവേശിക്കാം. ഫോണിലൂടെ സെൽഫ് എന്യൂമറേഷൻ ഡീറ്റെയിൽസ് നൽകുന്നതിനായി sc.census.gov.in എന്ന ലിങ്കിലൂടെ നമ്മൾ വെബ്സൈറ്റിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അടുത്തതായി നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്, അത് നൽകാം. നമ്മുടെ സ്റ്റേറ്റ് കേരള എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. തൊട്ട് താഴെ ക്യാപ്ച എൻ്റർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ക്യാപ്ച എൻ്റർ ചെയ്ത് നൽകാം. ക്യാപ്ച എൻ്റർ ചെയ്ത് നൽകി വെരിഫൈ ആൻഡ് പ്രൊസീഡ് നൽകുന്നു. അപ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി നമുക്ക് ചില വിവരങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. പോർട്ടലിലേക്ക് നമ്മളെ വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന SCID നമുക്ക് SMS ആയും ഇമെയിലായും ലഭിക്കുമെന്നും അവ എന്യൂമറേറ്റർ നമ്മുടെ വീടുകളിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ ഏൽപ്പിക്കണമെന്നുള്ള നിർദ്ദേശം നമുക്ക് നൽകുകയാണ്. നമുക്കത് ഓക്കെ എന്ന് കൊടുക്കാം. അടുത്തതായി നമുക്ക് കുടുംബനാഥൻ്റെയോ കുടുംബനാഥയുടെ പേര് നൽകാനുള്ള സ്പേസാണ്. അവിടെ നമുക്ക് കുടുംബനാഥൻ്റെയോ നാഥയുടെയോ പേര് നൽകാം. അപ്പോൾ നമുക്കൊരു വിവരം നമ്മളോട് പറയുന്നുണ്ട്. ഒരു തവണ നൽകിയ പേരുകൾ പിന്നെ മാറ്റാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മളെ അറിയിക്കുന്നു. നമ്മളത് ഓക്കെ എന്ന് കൊടുത്ത് പേര് നൽകുക. തൊട്ട് താഴെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. താഴെയായി ഇമെയിൽ ID നൽകാവുന്നതാണ്. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ നൽകാം. വെരിഫൈ പ്രൊസീഡ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നുണ്ട്. ആ OTP നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ OTPയുടെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ ഏത് ഭാഷയിലാണോ ആവശ്യം ആ ഭാഷ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടി നൽകിയാൽ മാത്രമേ വെരിഫൈ OTP കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി വരുന്നുണ്ട്. താങ്കളുടെ SCID അതാത് സ്ഥലത്തെ എന്യൂമറേറ്റർക്ക് സ്ഥിരീകരണത്തിനായി നൽകുന്നതിന് വേണ്ടി മാപ്പിൽ നമ്മുടെ വീടിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്താനും തുടങ്ങിയ കാര്യങ്ങൾ നമ്മളോട് പറയുകയാണ്. അപ്പോൾ വീടിൻ്റെ കൃത്യമായ സ്ഥാനം നമുക്ക് നൽകാൻ കഴിയണം. ഓക്കെ. അപ്പോൾ വീടിൻ്റെ സ്ഥാനം മാപ്പിൽ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ജില്ലയും പിൻകോഡും കൂടി സ്ഥലവും കൂടി നൽകാവുന്നതാണ്. ജില്ല കണ്ണൂർ. അപ്പോൾ മാപ്പിൽ നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം നമ്മൾ കൃത്യമായി അടയാളപ്പെടുത്തി നൽകിയിട്ടുണ്ട്. നമ്മൾ സേവ് ചെയ്ത് അടുത്തതിലേക്ക് എന്ന ചോദ്യത്തിലേക്ക് പോകുന്നു. അവിടെ ചില കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ താമസ സ്ഥലവുമായി ബന്ധപ്പെട്ട് കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ നാഥയുടെ പേര് നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് നൽകുന്നുണ്ട്. അതുകൊണ്ട് അവിടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നത് കാണാം. തിരഞ്ഞെടുത്ത ഭാഷ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. മലയാളം എന്ന് കൊടുത്തു.
നമ്മുടെ കാസ്റ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. വീടിൻ്റെ ഉടമസ്ഥതയെക്കുറിച്ച് ചോദിക്കുന്നു. താമസിക്കാവുന്ന മുറികളുടെ എണ്ണം ചോദിക്കുന്നുണ്ട്. കുടുംബത്തിൽ താമസിക്കുന്ന ദമ്പതികളുടെ എണ്ണം ചോദിക്കുന്നുണ്ട്. നമുക്ക് സേവ് ചെയ്ത് മുന്നോട്ട് പോകാം. കുടിവെള്ള സൗകര്യം, കുടിവെള്ളത്തിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇങ്ങനെ നമുക്ക് 34 തരം ചോദ്യങ്ങൾ ഉണ്ട്. എല്ലാ ചോദ്യങ്ങളും കൃത്യമായി വിവരങ്ങൾ നൽകുക. എല്ലാ വിവരങ്ങളും 34 ചോദ്യവും 34ാമതായി നമുക്ക് മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ തുടക്കത്തിൽ തന്നെ നൽകിയിട്ടുള്ളതുകൊണ്ട് ആ മൊബൈൽ നമ്പർ വീണ്ടും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. തുടർന്ന് നമുക്ക് സേവ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതുവരെ നമ്മൾ നൽകിയ എല്ലാ വിവരങ്ങളും ഒരിക്കൽ കൂടി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് കൃത്യമായി വായിച്ച് നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള അവസരം, എഡിറ്റ് ചെയ്യുക എന്നതിലേക്ക് പോയി എഡിറ്റ് ചെയ്യാം. ഇനി എല്ലാം സ്ഥിരീകരിച്ച് സമർപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ നൽകാം. അങ്ങനെയാണെങ്കിൽ പച്ച നിറത്തിൽ കാണുന്നത് നമുക്ക് സ്ഥിരീകരിച്ച് സമർപ്പിക്കുക എന്നുള്ളത് നൽകാം. സെൽഫ് എന്യൂമറേഷൻ പ്രോസസ്സ് പൂർത്തിയായിരിക്കുകയാണ്. എന്യൂമറേഷൻ പ്രോസസ്സ് പൂർത്തിയായി കഴിയുമ്പോൾ H എന്ന് തുടങ്ങുന്ന 11 ID നമ്പർ നിങ്ങളുടെ ഫോണിൽ ലഭ്യമാകും. മെസ്സേജായും ലഭിക്കുന്നതാണ്. ഈ ID നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും ജൂലൈ 1 മുതൽ നിങ്ങളുടെ വീട്ടിലെത്തുന്ന എന്യൂമറേറ്ററായ ഉദ്യോഗസ്ഥർക്ക് ഈ ID കൈമാറുകയും ചെയ്യുക. ഏതെങ്കിലും രീതിയിലുള്ള തിരുത്തലുകളോ മറ്റോ ആവശ്യമായി വന്നാൽ ആ സമയത്ത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരുത്തലുകൾ വരുത്തി അത് പൂർത്തിയാക്കി നൽകുന്നതാണ്. അതുപോലെ തന്നെ സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ജൂലൈ 1 മുതൽ ഉദ്യോഗസ്ഥർ എല്ലാ വീടുകളിലും എത്തുകയും നിങ്ങളുടെ വിവരങ്ങൾ സെൻസസിൽ ഉൾപ്പെടുത്തുകയും ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് ചോദിച്ചറിഞ്ഞ് വിവരങ്ങൾ സെൻസസിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതാണ്.